അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് അമ്പിയാക്കൾക്കുള്ള മുഅ്ജിസത്ത് ഔലിയാക്കൾക്ക് കറാമത്തായി സംഭവിക്കും. പക്ഷേ ഡിഫറൻസ് നുബുവത്ത് റിസാലത്തിന്റെ വാദമില്ലെന്നത് മാത്രമാണ്. അമ്പിയാക്കൾക്ക് നുബുവത്തുണ്ട്, മുർസലീങ്ങൾക്ക് റിസാലത്തുണ്ട്. അതൊഴിച്ചാൽ ഔലിയാക്കൾക്ക് അതില്ല. പക്ഷേ രണ്ടും ഗ്രേഡിൽ തുല്യമാണ്. മുഅ്ജിസത്ത് തന്നെയാണ് കറാമത്ത്. അതുകൊണ്ട് കറാമത്തിന് ഇനി സ്പെഷ്യൽ തെളിവിന്റെ ആവശ്യമില്ല, മുഅ്ജിസത്താണ് തെളിവ് എന്ന് മഹാന്മാര് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാലൽ ഇമാമുൽ യാഫിഈ, ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഹാഉലാ ഇത്തഫഖൂ അലാ അന്നൽ ഫാരിഖ ബൈനഹുമാ ഹുവ തഹദ്ദി النبوة فقط ولم يسترط أحد منهم كون الكرامة دون المعجزة في جنسها وعظمها فدل ذلك على جواز استوائهما فيما عدا التحدي. ഇമാമീങ്ങളും മുഴുവനും ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ്, മുഅ്ജിസത്തും കറാമത്തും തുല്യമാണ്. പക്ഷേ മുഅ്ജിസത്ത് അമ്പിയാക്കൾക്കാണ്, കറാമത്ത് ഔലിയാക്കൾക്കാണ്. നുബുവത്ത് റിസാലത്തിന്റെ ബാധമാണ്. രണ്ടിന്റെയും ഇടയിലുള്ള ഡിഫറൻസ്. അതുകൊണ്ട് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഫയജൂസു ഇജ്തിമാഉഹുമാ ഫീമാ അദ തഹദ്ദി മിൻ സായിരിൽ ഖവാരി അതുകൊണ്ട് അമ്പിയാക്കളെ കാണിച്ച എന്തൊക്കെ മുഅ്ജിസത്തുകളുണ്ടോ അതൊക്കെ ഔലിയാക്കൾക്ക് കാണിക്കാവുന്നതാ. കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ, കനിയില്ല കാലം കനിയെ കൊടുത്തോവർ. കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ. മറിയം ബീവിയുടെ കറാമത്ത് പറഞ്ഞില്ലേ? മറിയം ബീവിയുടെ സംഭവം പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോ മറിയം ബീവി ആ കാലഘട്ടത്തിൽ കിട്ടാത്ത പഴം തിന്നുന്നു. ആ കാലഘട്ടത്തിൽ കിട്ടാത്ത പഴം തിന്നുക. അപ്പൊ സക്കരിയ നബി ചോദിച്ചു, അന്നാലക്കി ഹാദാ, എവിടുന്ന് മറിയമേ നിനക്കിത് കിട്ടി? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് ഡയറക്റ്റ് റബ്ബിൽ നിന്ന് കിട്ടിയതാണ് നബിയേ. കനിയില്ല കാലം കനിയെ കൊടുത്തോവര്, കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവര്. മറിയം ബീവിയുടെ കറാമത്തായിട്ട് ഖുർആൻ പറയാണ്, ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖൽ തുസാഖിത് അലൈകി റുതബൻ ജനിയാ. മറിയം ബീവി പ്രസവിച്ചു, ഭർത്താവില്ലാതെ പ്രസവിച്ചു. മറിയം ബീവിയോട് അല്ലാഹ് പറയാണ്, മറിയം ബീവി വീടിന്റെ മുന്നിലതാ ഉണങ്ങിയ ഒരു ഈത്തപ്പന മരം, അത് പിടിച്ച് കുലുക്കൂ. കുലുക്കുമ്പോ 1 നമ്പർ ഈത്തപ്പഴം വീടുന്നതാ. കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവര്. മഹിയതിമാലയിലുള്ള വരി മറിയം ബീവിയുടെ കറാമത്ത് കൊണ്ട് ഖുർആൻ ശരിവെക്കുക. വിശദീകരിക്കേണ്ട പോയിന്റ്സുകളാ, അപ്പൊ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് വരെ കറാമത്ത് കൊണ്ട് ഔലിയാക്കൾക്ക് സാധ്യമാകുമെന്ന് ഇമാമീങ്ങൾ ഐക്യകണ്ഠേന പ്രഖ്യാപിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് ഔലിയാക്കൾക്ക് കറാമത്താണ്, തർക്കമില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. കുഞ്ഞമ്മു ചെന്ന് പറഞ്ഞതുപോലെ ഹൈദറൂസിന്റെ സമീപത്ത് വന്നിട്ട് ഉമർ ഖാദി വെള്ളം മന്ത്രിച്ച് മുഖത്തങ്ങ് കുടഞ്ഞപ്പോ ഹൈദറൂസ് എഴുന്നേറ്റ് പോയി. ഞാൻ എന്തിനാണ് ഇന്ന് കറാമത്തിനെ തന്നെ ചർച്ച ചെയ്യുന്നത്? ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്ന കാലത്താ നമ്മളുള്ളത്. ഔലിയാക്കളെ ചീത്ത പറയുന്നവരുടെ ഇടയിലാ നമ്മൾ ജീവിക്കുന്നത്. ആ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ ഖൽബിലും ഔലിയാക്കളോട് ഒരു ഇഞ്ച്
വെറുപ്പ് വന്നു പോയാൽ അത് നമ്മുടെ ആഖിറത്തെ ബാധിച്ചു പോകും, നമ്മുടെ കുടുംബത്തിനത് ദോഷമായി പോകും, നമ്മുടെ ജീവിതത്തിന് അതൊരു വല്ലാത്ത വിഷമമായി പോകും. സുബ്ഹാനല്ലാഹ് പറഞ്ഞു വരുന്നു, അബൂ യൂസുഫ് ദഹ്മാനി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യൻ മരണപ്പെട്ടപ്പോ വീട്ടിൽ ചെന്നിട്ട് മഹാനവറുകളങ്ങ് പറഞ്ഞു, ഖും ബിഇദ്നില്ലാഹ്, എഴുന്നേൽക്ക് മോനെ പറഞ്ഞപ്പോ ഫഖാമ, മരിച്ച വ്യക്തി എഴുന്നേറ്റ് പോയി. വഅശ ബഅദ ദാലിക മാ ശാ അല്ലാഹു തആല മിനസ് സമാ, അതിനുശേഷം ഒരുപാട് കാലം ആ മഹാൻ ജീവിച്ചു.